ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 28 വരെ നീട്ടി. 1 ലക്ഷത്തോളം ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ തീരെ കുറവായതാണ് തീയതി നീട്ടാൻ കാരണമായത്. നീല, വെള്ള കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 20 വരെയാണ് സമയം അനുവദിച്ചത്. 1 മാസത്തോളം നൽകിയിട്ടും 14,000 അപേക്ഷ മാത്രമാണ് ലഭിച്ചത്. മുൻഗണനയിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം. ഇത് കിട്ടാനുള്ള കാലതാമസം മൂലം ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് ചിലർ മുഖ്യമന്ത്രിക്കടക്കം അപേക്ഷ നൽകി. ഇതു പരിഗണിച്ചാണ് ഭക്ഷ്യവകുപ്പ് തീയതി നീട്ടിയത്. ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത്. ആള് കുറവായാൽ മാനദണ്ഡം നോക്കാതെ കാർഡ് അനുവദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ രേഖകളും ലഭിക്കാത്തവരുടെ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ ഓൺലൈനായി നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ 2023-24 വർഷങ്ങളിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡിന് നവംബർ 20 വരെ അപേക്ഷിക്കാം. 2023 വിഷയം ശുചിത്വം, 2024 അതിജീവനം എന്നിവയാണ്. കേരളം പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോഗ്രാഫുകൾക്കാണ് മുൻഗണന. ഓരോ വിഭാഗത്തിലെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് 50,000, 30,000, 25,000 രൂപ വീതമാണ് സമ്മാനം. പ്രോത്സാഹന സമ്മാനമായി 10 പേർക്ക് 2,500 രൂപ വീതം നൽകും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.prd.kerala.government.in വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒക്ടോബർ 24 വരെ മഴ തുടരും. സംസ്ഥാനത്ത് 17 ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടാകും. ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം എല്ലായിടങ്ങളിലും ഒന്നിച്ച് മഴ പെയ്യുന്ന സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അട്ടപ്പള്ളയിൽ ഉരുൾപൊട്ടി. ജനവാസ മേഖലയിലല്ലാത്തതിനാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. തെക്ക് കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള, കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ് മഴ കനക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊങ്കൺ റെയിൽവേ പാതയിലെ 38 ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. സാധാരണയിലും 10 ദിവസം നേരത്തെയാണ് ഇത്തവണ സമയക്രമത്തിലെ മാറ്റം വരുന്നത്. പുതിയ സമയക്രമം ഒക്ടോബർ 21 ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ജൂൺ 15 മുതൽ ഒക്ടോബർ 20 വരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെയാണ് ഈ മാറ്റം. പുതിയ സമയക്രമം മംഗള നേത്രാവതി, മത്സ്യഗന്ധ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന ട്രെയിനുകളുടെ യാത്രാ സമയത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസം വരുത്തും.